മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹവും സഹതാപവും ഉണ്ട്. ആ സ്നേഹവും സഹതാപവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പോഴും ആ കിച്ചുവിന്റെ അടുത്തൊക്കെ ആ ഒരു സ്നേഹവും സഹതാപവും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. കിച്ചുവിന്റെ അടുത്ത് കൊല്ലം സുധിയുടെ അടുത്തുള്ള ആ ഒരു സ്നേഹവും സഹതാപവും ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഇവിടെ രേണുവിനെ കുറിച്ചിട്ട് സംസാരിക്കാനോ രേണുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനല്ല ഈ വീഡിയോ. അത് ആദ്യമേ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും മാക്സിമം കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ചില നാറിയ പരിപാടികൾ കാണിക്കുന്ന ചില നാറികളെ ഇവിടെ എക്സ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കിച്ചു 2 ചാനലിൽ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഇന്റർവ്യൂ ചെയ്ത ആങ്കറിനെ നമ്മളെ വിമർശിച്ചും കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി പോക്കൃത്തനം പിടിച്ച ചോദ്യങ്ങളാണ് ആ പയ്യന്റെ അടുത്ത് ചോദിച്ചതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചു പയ്യനെ പിടിച്ച് ഇന്റർവ്യൂവിൽ എടുത്തിട്ട് സ്വന്തം അമ്മ എക്സ്പോസ് ചെയ്ത് നടക്കുന്നത് എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് നമ്മൾ ശക്തമായി വിമർശിച്ചിരുന്നു. എന്നാൽ അവിടെ വേറൊരു നാറിയ പരിപാടിയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചു ആ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, തന്നെ പഠിപ്പിക്കുന്നതും തന്റെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം ഫ്ലവേഴ്സ് ആണ്, ഫ്ലവേഴ്സ് ചാനലുകാരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഇന്റർവ്യൂ എടുത്ത ചാനലുകാർ നൈസായിട്ട് അതിനെ കട്ട് ചെയ്ത് അങ്ങ് മാറ്റി, ചിരകി എടുത്ത് അങ്ങ് മാറ്റിയ പോലെയാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്താണ് അത് അവരങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിന് ക്രെഡിറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കിച്ചു ഈ ഇന്റർവ്യൂ നടത്തിയവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ആ ചാനലുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിന്റെ പ്രശ്നമാണ്, അങ്ങനെ കുറച്ച് ഇഷ്യൂ വന്നത് കൊണ്ടാണ്, വോയിസിന്റെ ഒരു വിഷയം കൊണ്ടാണ് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത്. എന്തുവാടെ ആ ഭാഗം എത്തിയപ്പോൾ മാത്രം മൈക്കിന് കംപ്ലൈന്റോ? അത് ഒരു പുതിയ അറിവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് ഇടാം, ആ കമന്റ് നിങ്ങളൊന്ന് പിൻ ചെയ്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കിച്ചു ഇട്ട കമന്റ് പിൻ ചെയ്യാതെ കിച്ചുവിന്റെ പേരിൽ അവരൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ കമന്റ് അങ്ങ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആണ്. ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും, പഠനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഫ്ലവേഴ്സിനും നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവര് തന്നെ കമന്റ് ഇട്ട് പിൻ ചെയ്ത് വെച്ചു. തൊട്ട് താഴെ കിച്ചുവിന്റെ കമന്റ് കിടക്കുന്നുണ്ട്. ഈ ഒരു കമന്റിന് തന്നെ 13K ലൈക്ക് ഉണ്ട്. ഓഫ് കോഴ്സ് ഇത് പിൻ ചെയ്ത് വയ്ക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് കിച്ചുവിന്റെ അക്കൗണ്ട് ആണെന്ന്. എല്ലാവരും നേരെ അങ്ങോട്ട് പോവും, സബ്സ്ക്രൈബ് ചെയ്യും, കാര്യങ്ങളെയും. കിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടായിരിക്കണം മേ ബി ആ ചാനലുകാർ കിച്ചുവിന്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു നാറിയ പരിപാടി കാണിച്ചിട്ടുള്ള. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അജണ്ട കാണുമായിരിക്കും, എന്താണ് റീസൺ എന്ന് അറിയത്തില്ല. എന്നാൽ കിച്ചു അടുത്ത് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് കൊടുക്കാം. പഠിക്കുന്നേ അരീന ആനിമേഷൻ ചിന്നക്കടയില് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത്? അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത്. എങ്ങനെ അതിന്റെ എത്ര വർഷത്തെ കോഴ്സ്? അത് 3 ഇയർ കോഴ്സ്. 3 ഇയർ കോഴ്സാണ്. ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം ആകാൻ പോണു. ഓഗസ്റ്റ് ആകുമ്പോൾ 1 വർഷം. ഈ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് കിച്ചു പറയുന്നുണ്ട്, എന്റെ പഠന ചെലവുകളും കാര്യങ്ങളും നോക്കുന്നത് ഫ്ലവേഴ്സ് ആണെന്ന്. എന്നാൽ ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ നൈസായിട്ട് അവർ കട്ട് ചെയ്ത് മാറ്റി. എന്നാലും ഒരു കമന്റ് ഇട്ട് അതിനെ പിൻ ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയ ഒരു കമന്റ് ഇട്ടിട്ട് അതിനെ പിൻ ചെയ്ത് വെച്ചു. എന്തെന്ന് അറിയ പരിപാടിയാണ്, എന്ത് ഉളപ്പരിപാടിയാണ്, ഇത്രയും വിഷം നിറഞ്ഞവന്മാരായിപ്പോയല്ലോ എന്നാണ് ഞാൻ അപ്പോൾ ആലോചിച്ചു പോയത്. റീസെന്റ് കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ? കമന്റ് ഇട്ടായിരുന്നു. അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ? അത് എന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട്, പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല, അത് വേറെ അക്കൗണ്ട് ആയിട്ടുള്ള കമന്റാ. അതെങ്ങനെയാ? കിച്ചുവിന്റെ അക്കൗണ്ട് അല്ലേ അത്? അല്ലല്ല, അത് എന്റെ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ട്. അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം. അവര് തന്നെ പിൻ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ എന്തോ ഓഡിയോ ആ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് പിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ അവർ ആ കമന്റ് അല്ല പിൻ ചെയ്തേക്കുന്നത്, വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയ പരിപാടികളാ. കിച്ചുവിന്റെ അക്കൗണ്ട് പിൻ ചെയ്യാതെ അവര് തന്നെ കിച്ചുവിന്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനെ പിടിച്ച് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല അന്തസ്. ഇങ്ങനെ ആയിരിക്കണം കേട്ടാ. സൂപ്പർ. ഒരു ഉമ്മ കേട്ടാ ഞാൻ കെട്ടിപ്പിടിച്ച് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, അപ്പൊ അത് കിച്ചുവിന്റെ അക്കൗണ്ട് അല്ല? അത് അല്ലല്ല, എന്റെ അക്കൗണ്ട് അല്ല, പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ല. അപ്പൊ കിച്ചുവിന്റെ അക്കൗണ്ട് ഏതാ? എന്റെ അല്ലാണ്ട് കിച്ചു എന്നുള്ള താഴെ അതിന്റെ താഴെ തന്നെ
കിടപ്പുണ്ട്. ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻ ചെയ്ത് വെച്ചേക്കണതിന് എങ്ങോട്ട് 9,000 എങ്ങോട്ട് ലൈക്കോ കമന്റ്സോ സാധനങ്ങളൊക്കെ അത് എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ടല്ലോ. ഓ, അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഞാൻ കാര്യം പറഞ്ഞു, ഈ പിൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചില്ല പിന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണു അമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പൊ രേണു അമ്മ ഇതിന് പൈസ മുടക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. എൻ്റെ എന്തെങ്കിലും ചിലവിന് എന്തെങ്കിലുമൊക്കെ ചില്ലറ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല പഠിത്തം കാര്യമൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് തന്നെ മൊത്തം. ഈ മന്ത്ലി കറക്റ്റ് ആയിട്ട് അവര് ഫീസ് അവര് കോളേജിലേക്ക് അടയ്ക്കുവാണോ അതോ കോളേജിലോട്ട് അടയ്ക്കുന്ന? അത് കിച്ചു വിളിച്ചു പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പറയുകയും ചെയ്തു, നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ട്. അങ്ങനെ കിച്ചുവിന്റെ ഫുൾ പഠന ചെലവുകളും കാര്യങ്ങളും ഫ്ലവേഴ്സ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ കറക്റ്റായിട്ട് ഫീസും കാര്യങ്ങളും അടക്കുന്നുണ്ട്. രേണുവിന് പഠിപ്പിക്കേണ്ട ചിലവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാൽ വട്ടച്ചെലവിന് എന്തെങ്കിലുമൊക്കെ കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. ഇനി ഇതിനൊക്കെ ശേഷം കിച്ചു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് വായിക്കാം. ഞാൻ രാഹുൽ ദാസ്, ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു പക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ, എന്റെ പ്രിയ അച്ഛൻ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചു തന്നെ ഒരു വീഡിയോ ആയിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലൈവായിട്ട് വന്നിട്ടാണ് അവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു ഒരു ചാനലിൽ വന്നിട്ട് സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം, അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സാധിക്കട്ടെ, കൂടുതൽ വിവരങ്ങളിൽ എത്തട്ടെ. പ്രത്യേകിച്ച് രേണുവിനെയും കൂടി പറ്റുമെങ്കിൽ ഉപദേശിച്ച് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വൃത്തിക്കും എടുപ്പിനും നടക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പൊ നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ലൈവ് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി. അതെന്തായാലും നല്ല തീരുമാനമായി. എന്തിനാണ് ഇങ്ങനെയുള്ള നാറികൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ നാറിക പരിപാടി കാണിക്കാൻ പാടില്ല. അത്രയ്ക്കും മോശമായി പോയി കിച്ചുവിനോട് കാണിച്ചത്. കിച്ചു ഇട്ട കമന്റ് പോലും പിൻ ചെയ്ത് കിച്ചുവിന് റീച്ച് ഉണ്ടാക്കി തരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പകരം അവര് തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിനെ കൊണ്ട് പിൻ ചെയ്യിപ്പിച്ചു. അതൊക്കെയാണ് ഒരു വിഷമ മനസ്സെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്തുപാട് ഇതൊക്കെ എവിടെ കൊണ്ട് കൂട്ടി വെക്കാനാണ് പോകുന്നതെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എനിക്ക് തോന്നുന്നു 6 ലക്ഷം വ്യൂസ് എങ്ങാണ്ട് ആ ഇന്റർവ്യൂവിന് കിട്ടിയെന്ന് തോന്നുന്നു. അത്രയും വ്യൂസും പോയി നല്ല എമൗണ്ടും ഉണ്ടാക്കി. എന്നാലും റീച്ച് കിച്ചുവിനോട്ട് വിട്ട് തരുവില്ലെന്ന്. കൊള്ളാം, നല്ല മനസ്സ്. ഇതാണോ എന്തോ ഉദ്ദേശശുദ്ധി അറിയത്തില്ല. എന്തായാലും നല്ല ഉദ്ദേശശുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഡയറക്റ്റ് ചോദിക്കാം. ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ അമ്മയെ പറ്റി മുമ്പ് വാർത്തക്കാരെ ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത്. ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കുമുണ്ടോ? ഞാനായിട്ടൊരു കുഴപ്പമില്ല. അമ്മയായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. കിച്ചുവുമായിട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു വിഷയമില്ല. ഇടയ്ക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടുമെന്നാണ് കിച്ചു പറയുന്നത്. എന്നാൽ രേണുവുമായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഇവർ തമ്മിൽ വിഷയമാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്റർവ്യൂവിന്റെ അണിയറ പ്രവർത്തകരുടെ ഇടയിൽ രേണു തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് പ്രശ്നം, ഏതാണ് പ്രശ്നം എന്നൊന്നും വ്യക്തതയില്ല. എന്തായാലും കിച്ചുവുമായിട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇടയ്ക്കൊക്കെ മെസ്സേജ് കിട്ടും. എന്നാൽ അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കിച്ചുവിന് അറിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വയമായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയാ? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ? എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല. ആക്ടിങ് ഇതാക്കണം, റെഡിയാവുമായിരിക്കും. അതെ, എല്ലാരും കിട്ടില്ലാവണമെന്നില്ലല്ലോ. മോനെ രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോന്റെ അമ്മയാ, മോനറിയാം. അത് മാത്രം നോക്കിയാൽ മതി. ഋതപ്പന്റെ ചേട്ടായിയാണ്. ചേട്ടായി എന്നും ഉണ്ടാവണം. നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഉറപ്പായിട്ടും. അത് തന്നെയാണ് എനിക്കും പറയാനുള്ള. നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും
കിച്ചു പഠിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ രേണു കുറച്ചൊക്കെ ഒതുങ്ങിയാൽ കൊള്ളാമായിരിക്കുമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ആൽബം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ഡ്രസ്സിന്റെ കാര്യത്തിലും ചെയ്യുന്ന കുറെ ഫോട്ടോഷൂട്ടിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരിക്കും. എനിക്കത് പേഴ്സണലി പറയാനുള്ളൊരു കാര്യമാണ്. അത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും അതെനിക്കിനി റിപ്പീറ്റ് ചെയ്ത് പറയാൻ താല്പര്യമില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.